വൈകിപ്പോയാൽ ആ ആള് വേറെ ആളെ നോക്കി പോകും. അയാൾക്ക് അത് പണ്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഒരാള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആൾക്കും കൂടെ തോന്നും. അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യാൻ സമയമിടാ മനുഷ്യന്. പണ്ടും വെയിറ്റ് ചെയ്യില്ലായിരുന്നു അല്ലേ? ഇപ്പോഴും ഈ കാലത്ത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ടെക്സ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ കാത്തുനിൽപ്പുണ്ട്, അതിൽ ഓരോ ഇങ്ങനത്തെ വെയിറ്റിംഗ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. യു കാൻ സേ പണ്ട് മാത്രം വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ മാത്രം പറയാൻ പറ്റില്ല. ബീങ് എ ലോയർ ആൻഡ് സൈക്കോളജിസ്റ്റ് എന്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അവസ്ഥ വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പലപ്പോഴും ചീറ്റിംഗിൽ ചെന്ന് അവസാനിക്കുന്നത്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ലെഫ്റ്റ് അടിച്ചാൽ മതി, നോട്ട് ഇൻട്രസ്റ്റഡ്. നേരത്തെ മാമിന് ആ സാഹചര്യം പറ്റാത്തത് അവിടുത്തെ പ്രണയം സേഫ്, ആ കാലഘട്ടത്തിൽ സേഫ് അല്ലാത്തോണ്ട് പ്രണയം. ഇപ്പൊ എന്റെ കാലത്ത് എനിക്ക് ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്തു, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എങ്കിൽ ഞാൻ സ്വൈപ്പ് ലെഫ്റ്റ് തീർന്നു. അല്ലാതെ മാമിനെ പോലെ എനിക്ക് പേടിച്ച് കരഞ്ഞ് വീട്ടിൽ ചെല്ലണ്ട, ഒരു പെൺകുട്ടികൾ വീട്ടിൽ ചെല്ലണ്ട. അപ്പോൾ ജെൻസി പ്രണയങ്ങൾ അൺസേഫ് ആണെന്നും ജെൻസി പ്രണയങ്ങൾ തെറ്റാണെന്നും പറയുന്നത് അവിടെ തെറ്റാണ്. അവിടെ ഡേറ്റിംഗ് ആപ്സ് ആക്സസ് ടൂള് മാത്രമാണ്. അതായത് ഒരു സ്ട്രേഞ്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ലവ് ഇപ്പൊ മനുഷ്യരേ ഇല്ല, AI മാത്രമൊക്കെ ആയി തുടങ്ങി. അത് വേറെ, അത് നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല സാർ. ഇന്നത്തെ ഈ ഫെസിലിറ്റീസ് എല്ലാം പഴയ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം അത് ഉപയോഗിച്ചേനെ. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ചോദ്യം വേറൊന്നുമല്ല, പണ്ടത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും. ഇന്നത്തെ പ്രണയം അന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പ്രണയമായി. നമ്മുടെ നടൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇതിനെ കുറിച്ച്? ഞാൻ ചിന്തിക്കുന്നപ്പോഴും പ്രണയം എന്ന് പറയുന്നത് അന്നും ഇന്നും മാറ്റമുള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മൾ മീഡിയം ആണ് ചേഞ്ച് ആയത്, അല്ല സൊസൈറ്റി കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടാണ്. പിന്നെ റെസ്റ്റ്ലെസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ പണ്ട് ഇപ്പൊ എനിക്ക് ഒരു 80s-ലോ 90s-ലോ ഒരു പെണ്ണെടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവൾ മിക്കവാറും വീട്ടിലായിരിക്കും. അത് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് പെൺകുട്ടി പുറത്തു പോകുക, അല്ലാതെ ഈ പഠിത്തം കഴിഞ്ഞാൽ വീട്ടിലായിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ കാണാനും ബുദ്ധിമുട്ടാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആണ്, അവർ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ പുറത്ത് ഇപ്പം മാം പറഞ്ഞ പോലെ പുറമെയാണ് പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണും പെണ്ണും കുറച്ച് പുറത്തുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ സൊസൈറ്റിയിൽ അവർ പുറമെ കാണാൻ പറ്റും, അതൊരു പ്രണയം പുറത്ത് കാണാൻ പറ്റുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് നമ്മള് ഈ കുറച്ച് പഴയ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള പ്രണയത്തിന് സാധ്യതയില്ല. കത്ത് കൊടുക്കാനും ഇന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതേ ആൾക്കാർ ഉപയോഗിക്കായിരുന്നുള്ളൂ അല്ലേ? ഇപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആവെന്ന് പറഞ്ഞു. പണ്ട് കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നു, ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഫോണുണ്ട്, ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, സംസാരിക്കാൻ ഫ്ലേർട്ട് ചെയ്യാം. ആ സംഭവം തീർക്കുന്നത്. പണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ വെച്ചാൽ അത് ദിവ്യതയാക്കി നിങ്ങൾ കോട്ട് ചെയ്യുകയാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീർക്കുക, അല്ലെങ്കിൽ അവരുടെ പറയുന്നു കുളിക്കടവിൽ പോലെ പണ്ടത്തെ ജനറേഷൻ പോലെ ഒളിഞ്ഞു നോക്കുന്നില്ല. കാണിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ അതൊക്കെയാണോ? മാത്രമല്ല ക്രിസ്ത്യ പഴയകാല കാമുകന്മാരെ മൊത്തം ഇടിച്ചു താഴ്ത്തി കളഞ്ഞു. കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്നവര് കാമുകന്മാർ ഒളിഞ്ഞു നോക്കുന്നല്ല, ഞാൻ കാമുകന്മാർ ഒളിഞ്ഞു നോക്കുന്നല്ല, ജനറൽ പബ്ലിക്കിന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് കാണുന്ന വയസ്സന്മാരുണ്ടല്ലോ, കാലങ്ങ് പൂക്കും.